ലോ ഓഫ് അട്രാക്ഷൻ. ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങളുള്ളവരും വലിയ ലക്ഷ്യങ്ങളുള്ളവരും ആകർഷണ നിയമം അഥവാ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് ഒരു നിഗൂഢമായ ഒരു രഹസ്യതന്ത്രമാണ്, കെട്ടുകഥയാണ്, അതോ പറഞ്ഞു പറ്റിക്കാനുള്ള വാചക കസർത്ത് മാത്രമാണ് എന്നെല്ലാം പലർക്കും സംശയങ്ങളുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമം എന്നാൽ നമ്മളും പ്രപഞ്ചവും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങൽ അഥവാ പരസ്പരമുള്ള അദൃശ്യമായ ബന്ധത്തിൻ്റെ പ്രതിഫലമാണെന്ന് പറയാം. വളരെ ലളിതമായ ഒരു കാര്യം. ഒരു പൂ വിരിയുന്നത് കാണുമ്പോൾ, കാറ്റ് വീശുന്നത് ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ പ്രപഞ്ചത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷിയാവുകയാണ്. നമ്മൾ സന്തോഷിക്കുകയാണ്. നമ്മളും പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധം തന്നെയാണത്. അങ്ങനെ ചെറുതും വലുതുമായ കാര്യങ്ങളിൽ ആ ബന്ധം വളരെ സൂക്ഷ്മ രീതിയിലുണ്ട്. തിരക്ക് പിടിച്ച മനുഷ്യ ജീവിതത്തിലെ ഓട്ടപ്പാച്ചിലിൽ നമ്മൾ ഇക്കാര്യം ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രം. പക്ഷേ ഇക്കാര്യത്തിൽ ശാസ്ത്രീയമായ തെളിവ് ആവശ്യപ്പെട്ടാൽ അത് നൽകാൻ പ്രയാസമായിരിക്കും. ലോ ഓഫ് അട്രാക്ഷൻ മറ്റൊരു തരത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതായത് ഗുരുത്വാകർഷണ ബലം കൊണ്ട് നമ്മൾ മുകളിലേക്ക് എറിഞ്ഞ വസ്തു ഭൂമിയുടെ ആകർഷണത്തിൽ തിരികെ വരുന്നത് പോലെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് ആകർഷിക്കപ്പെട്ട് എത്തിച്ചേരുന്നു. എങ്ങനെയാണിത് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ചിന്തകളുടെ ശക്തിയിലൂടെയാണ് അത് സംഭവിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ഒരു സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് യാഥാർത്ഥ്യമായി തീരുന്നത്. നമ്മുടെ ജീവിതത്തിലൂടെ ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ അത് മനസ്സിലാകും. ചില കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ജീവിതത്തിൽ സംഭവിച്ചത് കാണാൻ കഴിയും. ഈ രംഗത്ത് പഠനം നടത്തുന്നവർ നമുക്ക് പലതവണയായി ഇക്കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ചിന്തകൾക്ക് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഊർജമുണ്ട്. അവയ്ക്ക് യാഥാർത്ഥ്യമായി മാറാനുള്ള കഴിവുണ്ട്. നമ്മുടെ ചിന്തകളുടെ ക്വാളിറ്റി അനുസരിച്ചാണ് ആളുകളും ജീവിത സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നത്. ലോ ഓഫ് അട്രാക്ഷനിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇനി പറയുന്നത്. നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ, ശ്രദ്ധ കൊടുക്കുന്ന കാര്യങ്ങൾ വലിയ രൂപം പ്രാപിക്കുന്നു എന്നതാണ് ആകർഷണ നിയമത്തിൻ്റെ പ്രധാന ചിന്താരീതി. നമുക്ക് എന്ത് സംഭവിച്ചു എന്നതിനേക്കാൾ കാര്യങ്ങൾ നമ്മൾ എങ്ങനെ കാണുന്നു എന്നതാണ് പ്രധാനം. ചിലപ്പോൾ വലിയ കാര്യങ്ങൾ സംഭവിച്ചാലും വലിയ പരിക്കില്ലാതെ ആ സാഹചര്യത്തെ മറികടക്കാൻ കഴിയും. പക്ഷേ എപ്പോഴും അങ്ങനെ സംഭവിച്ചു കൊള്ളണമെന്നില്ല. നമ്മുടെ കാഴ്ചപ്പാട് കൊണ്ട് വലിയ കാര്യങ്ങൾ ചെറുതായി കണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നമുക്ക് പുറത്ത് എന്ത് സംഭവിക്കുന്നു എന്നതല്ല, നമുക്കുള്ളിൽ എന്ത് സംഭവിക്കുന്നു എന്നതാണ് പ്രധാനം. നമ്മുടെ ചിന്തകളുടെ ആകെത്തുകയാണ് ആളുകളും സാഹചര്യങ്ങളും നമ്മുടെ അടുത്തേക്ക് എത്തിച്ചേരുന്നത് എന്ന കാര്യം മനസ്സിൽ ഉണ്ടായിരിക്കണം. മറ്റൊന്ന്, നമ്മുടെ മനസ്സിന് എപ്പോഴും പോസിറ്റീവായ ചിന്തകൾ കൊടുത്തുകൊണ്ടിരിക്കാൻ ശ്രമിക്കുക. മനസ്സ് ഒരു മനോഹരമായ ഉദ്യാനം പോലെ സൂക്ഷിച്ചു വയ്ക്കണം. ഇല്ലെങ്കിൽ അവയ്ക്കുള്ളിൽ കളയും മറ്റ് ചെടികളും നിറഞ്ഞ് നിങ്ങളുടെ ഉദ്യാനത്തിൻ്റെ ഭംഗി കെടുത്തുന്നത് പോലെ മനസ്സിനും നല്ല ചിന്തകൾ കൊടുക്കുന്നില്ലെങ്കിൽ മനസ്സ് കാട് പിടിച്ചു പോകും. പ്രചോദനം നൽകുന്ന, മോട്ടിവേഷൻ നൽകുന്ന ചിന്തകൾ കൊണ്ട് മനസ്സിനെ നല്ലതാക്കി വയ്ക്കണം. നേടാനുള്ള ലക്ഷ്യങ്ങളെക്കുറിച്ച് മനസ്സിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം. കാരണം ആകർഷണ നിയമം 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതിനാൽ നമ്മുടെ ചിന്തകൾ പോസിറ്റീവാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. അടുത്തത്, നമ്മൾ നമ്മളോട് എന്ത് പറയുന്നു എന്നതാണ്. എനിക്ക് വിജയിയാകണം, ധാരാളം പണം വേണം, നല്ല ബന്ധങ്ങൾ വേണം എന്നൊക്കെ നമ്മൾ പറയും. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളിൽ ചെറിയ മാറ്റം കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. നമ്മൾ പുറത്തു പറയുന്ന കാര്യങ്ങളല്ല, അകത്ത് ചിന്തിക്കുന്ന കാര്യങ്ങളുടെ ഭാഷ. എൻ്റെ ആവശ്യങ്ങൾ പറയുകയല്ല, ആവശ്യങ്ങൾ നടന്നു കഴിഞ്ഞതായി സങ്കല്പിക്കുക. ചിന്തയും സ്വപ്നവും തമ്മിലുള്ള ദൂരം പരമാവധി കുറയ്ക്കുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഞാൻ വിജയിയാകും എന്നല്ല, ഞാൻ വിജയിയാണ് എന്ന് തന്നെ വിശ്വസിക്കുക. ഞാൻ ധനവാനാകുമെന്നല്ല, ഞാൻ ധനവാനാണ് എന്ന് വിചാരിക്കുക. ദ സീക്രട്ട് എന്ന പുസ്തകം പുറത്തിറങ്ങിയപ്പോഴാണ് ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചുള്ള ചർച്ചകൾ ചൂടുപിടിച്ചത്.
ഈ നിയമം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനേക്കാൾ ഉപരി ഇങ്ങനെ ഒരു കാര്യം കൂടി പ്രപഞ്ചത്തിലുണ്ട് എന്ന കാര്യം ലോകത്തെ അറിയിക്കുന്നതിൽ ആ പുസ്തകം വിജയിച്ചു. പുസ്തകം ചൂടപ്പം പോലെ വിൽക്കപ്പെട്ടു. അതിൻ്റെ തുടർച്ചയായി വന്ന മറ്റു പുസ്തകങ്ങളും ഒരുപോലെ സ്വീകരിക്കപ്പെട്ടു. ദ വേൾഡ് ഈസ് ഫ്ലാറ്റ് എന്ന പുസ്തകത്തിൻ്റെ ഓഡിയോ സംഗ്രഹം ഞാൻ കേട്ടത് കുക്കു FM-ലൂടെയാണ്. ലോകം നാം ചിന്തിക്കുന്നതിനേക്കാൾ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റത്തിനനുസരിച്ച് നാം മാറിയില്ലെങ്കിൽ നിലനിൽപ്പ് പോലും അപകടത്തിലാകും. മാറുന്ന ലോകത്തെ നോക്കി പകച്ചു നിൽക്കാതെ എങ്ങനെ മാറ്റത്തെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോകാമെന്ന് പഠിപ്പിക്കുന്ന പുസ്തകമാണിത്. നമ്മൾ ആഴത്തിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്നതാണ് ലോ ഓഫ് അട്രാക്ഷന്റെ പ്രധാന ഫിലോസഫി. നമ്മളെപ്പോലെ ഉള്ളവരെയാണ് ആകർഷിക്കുന്നത്. നാം ധനികരല്ല, കാരണം നമ്മൾ മനസ്സുകൊണ്ട് ദാരിദ്ര്യത്തെ സ്വീകരിച്ചിരിക്കുന്നു. വേദനകളിലാണ് നമ്മുടെ ജീവിതമെങ്കിൽ കാലങ്ങളായി നമ്മുടെ ചിന്തകൾ വേദനയുടേതായതിനാലാണ്. സന്തോഷത്തെ ആകർഷിക്കാത്തതിനാലാണ് സന്തോഷം നമ്മോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നത് എന്നങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ പഠിപ്പിക്കുന്നത്. ഇനി ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാം. നിങ്ങൾ ഒരു പുത്തൻ കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നിരിക്കട്ടെ. ആ കാറിൽ യാത്ര ചെയ്യുന്നതായി നിങ്ങൾ സങ്കല്പിക്കണം. ആ കാറിന്റെ നിറം, അതിലെ സീറ്റിലിരിക്കുമ്പോഴുള്ള ഫീൽ എന്നിങ്ങനെ. മാത്രമല്ല, ആ കാറിൽ നിങ്ങൾക്കൊപ്പം ആരുണ്ട്, അവരോടൊപ്പമുള്ള സന്തോഷകരമായ യാത്ര, നിങ്ങൾ സഞ്ചരിക്കുന്ന സ്ഥലം തുടങ്ങിയെല്ലാം അനുഭവിക്കണം. ഒരു ചിന്തയായി മാത്രം അതിനെ വയ്ക്കാതെ നിങ്ങൾ സത്യത്തിൽ യാത്ര ചെയ്യുന്നതായി അനുഭവിക്കണം. അനുഭവത്തിന്റെ തീവ്രതയാണ് സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാൻ നിങ്ങളെ സഹായിക്കുന്നത്. ഈ രീതിയിൽ നമ്മുടെ ചിന്തകൾ രൂപം പ്രാപിക്കുകയാണ്. നമ്മുടെ ആന്തരിക ലോകത്തിൽ നമ്മുടെ ഈ അനുഭവം പ്രപഞ്ചത്തിലേക്ക് ഊർജത്തിന്റെ രൂപത്തിൽ എത്തിച്ചേരുന്നു. ഊർജം പ്രകൃതിയിൽ ചേരുമ്പോൾ അത് യാഥാർത്ഥ്യമാക്കുന്നു. എത്രമാത്രം ആത്മാർത്ഥതയോടെ നമ്മുടെ സ്വപ്നവാഹനത്തിൽ സഞ്ചരിക്കുന്നുവോ അത്രയും വേഗത്തിൽ നമ്മുടെ സ്വപ്നവും സാക്ഷാത്കരിക്കപ്പെടും. അങ്ങനെ നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്ന അനുഭവം യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ എത്തിച്ചേരും. ഏതാണ്ട് ഇങ്ങനെയാണ് ലാ ഓഫ് അട്രാക്ഷൻ ഉദാഹരണത്തിലൂടെ വിശദീകരിക്കാൻ സാധിക്കുന്നത്. ലാ ഓഫ് അട്രാക്ഷൻ എളുപ്പമാക്കാനുള്ള ചില വഴികൾ കൂടി ഇതിനോടൊപ്പം പറയാം. നേരത്തെ പറഞ്ഞതുപോലെ വിഷ്വലൈസേഷൻ ടെക്നിക്കാണ് ഒരു മാർഗം. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം അതേപടി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായി വിഷ്വലൈസ് ചെയ്യുക. സ്വപ്നത്തിന്റെ ഓരോ ഘട്ടവും യാഥാർത്ഥ്യമായി മനസ്സിൽ കാണുക, ഒരു സിനിമ പോലെ. രണ്ടാമത്തെ വഴി എന്നാൽ എന്ത് നിങ്ങൾ നേടിയ കാര്യത്തിനും ഈ പ്രപഞ്ചത്തോട് നന്ദിയോടെ, കടപ്പാടോട് കൂടി കഴിയുക, അല്ലെങ്കിൽ നന്ദി പ്രകാശിപ്പിക്കുക എന്നതാണ്. എന്തിനാണ് നന്ദി പ്രകാശിപ്പിക്കുന്നത്? നന്ദി പറയുമ്പോൾ നിങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളും തമ്മിലുള്ള അന്തരം കുറയുകയാണ്. നിങ്ങളുടെ ലക്ഷ്യം ഒരാഗ്രഹം മാത്രമായി നിൽക്കുമ്പോൾ അത് യാഥാർത്ഥ്യമാകണമെന്നില്ല. അവിടെ നമ്മുടെ ഊർജമില്ലായ്മയുടേതാണ്, ആഗ്രഹത്തിൻ്റെതാണ്. അവിടെ പൂർണ്ണതയില്ല, പകരം ശൂന്യതയാണ്. പ്രപഞ്ചത്തിന് മറ്റൊരു ശൂന്യത കൊണ്ട് മാത്രമേ ആ ശൂന്യതയെ നിറയ്ക്കാനാവൂ. പുതിയതായി ഒന്നും അവിടെ എത്തിക്കാൻ പ്രപഞ്ച നിയമത്തിനും സാധിക്കില്ല. എന്നാൽ നന്ദി പ്രകാശിപ്പിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ നേടിക്കഴിയുമ്പോഴാണ്. അവിടെ മാനസികാവസ്ഥ പൂർണ്ണമാണ്. പൂർണ്ണമായ ആ മാനസികാവസ്ഥയിലേക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി വന്നു ചേരുന്നു. ആഗ്രഹിക്കുമ്പോൾ എനിക്ക് വേണം എന്നതാണ് നമ്മുടെ അവസ്ഥ. അവിടെ ഒരു കുറവുണ്ട്. കുറവിൻ്റെ അനുഭവത്തിൽ നിൽക്കുമ്പോൾ ഒരു പൂർണ്ണതയ്ക്ക് അവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല. എന്നാൽ നന്ദി പ്രകാശിപ്പിക്കുമ്പോൾ നമ്മൾ പൂർണ്ണതയിൽ. അതേ അവസ്ഥ തുടരുമ്പോൾ പൂർണ്ണമായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരും. നിങ്ങളുടെ സ്വപ്നം പൂർണ്ണത പ്രാപിച്ച യാഥാർത്ഥ്യമായി മാറുന്നു. ലോ ഓഫ് അട്രാക്ഷന്റെ പ്രധാനപ്പെട്ട ടെക്നിക്കാണ്. നമ്മുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിന് മുമ്പായി സ്വപ്നം യാഥാർത്ഥ്യമായ അവസ്ഥയിലെത്തി നന്ദി പ്രകടിപ്പിക്കുക. അപ്പോൾ സ്വപ്നം വളരെ വേഗത്തിൽ സത്യമാകും. കാരണം നന്ദിയുടെ അനുഭവം പൂർണ്ണതയാണ്. ലോ ഓഫ് അട്രാക്ഷന്റെ മറ്റൊരു രീതി പോസിറ്റീവ് അഫർമേഷനാണ്. പോസിറ്റീവായ ചിന്തകളാണ് പോസിറ്റീവ് അഫർമേഷൻ. ഞാൻ ധനവാനാണ്, ധാരാളം പണം എന്നിലേക്ക് എത്തിച്ചേരും, ഞാൻ സുദൃഢമായ ഒരു സ്നേഹബന്ധത്തിലാണ്,
എൻ്റെ ജോലിയിൽ ഞാൻ ഉയർന്ന പദവിയിലെത്തുന്നു, എങ്ങനെ ജീവിത ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന ചിന്തകളാണ്. അത്തരം ചിന്തകൾ ഇടയ്ക്കിടെ നമ്മുടെ മനസ്സിലേക്ക് ഇടയ്ക്കിടെ കൊണ്ടുവരിക. ഈ ചിന്തകൾ നമ്മുടെ സ്വപ്നങ്ങളെ സത്യങ്ങളാക്കാൻ നമ്മളെ സഹായിക്കുന്നവയാണ്. ലോ ഓഫ് അട്രാക്ഷൻ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും ധനപരമായ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ജീവിത ലക്ഷ്യങ്ങൾ നേടുന്നതിനും എല്ലാം ഉപയോഗപ്പെടാം. കാര്യങ്ങൾ ചിന്തിച്ച് സ്വപ്നലോകത്ത് കഴിയുക മാത്രമല്ല, ഇക്കാര്യങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള യഥാർത്ഥമായ ചുവടുകൾ കൂടി വയ്ക്കണം. ശരിയായ മാനസികാവസ്ഥയിൽ എത്തിയ ശേഷം നിങ്ങൾ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഇറങ്ങി പുറപ്പെടണം. സ്വപ്നങ്ങൾ സത്യമാകുമെന്നാണ് ആകർഷണ നിയമം പറയുന്നത്. നമ്മൾ ഒരു കാര്യം തീവ്രമായി ആഗ്രഹിക്കുമ്പോൾ അത് സാക്ഷാത്കരിക്കാൻ പ്രപഞ്ചം ഗൂഢാലോചന നടത്തുമെന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്.